ഒരുപക്ഷെ രാജ്യം കണ്ട വിപ്ലവകരമായ തീരുമാനമായിരിക്കാം ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗേൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ബാലറ്റ് പേപ്പർ സംവിധാനം. ഈ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ BJP ആവട്ടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഛത്തീസ്ഗഡിലെ BJP വക്താവായിട്ടുള്ള ശ്രീവാസ്തവ അടങ്ങുന്ന നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്ന് പറയാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഈ തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ശക്തമായ ഒരു നീക്കം നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഭൂപേഷ് ബാഗേൽ സർക്കാർ ഉള്ളത്. BJP പറയുന്നത് EVM മിഷനിലൂടെ ഞങ്ങൾ നേടിയ വിജയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസ് കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ് ബാലറ്റ് പേപ്പർ സംവിധാനം എന്നാണ് BJP ആരോപിക്കുന്നുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇതിനോട് യോജിക്കാതെ മുന്നോട്ട് വരുന്നത്? കാരണം ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കുന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ആക്ടിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. ഇത് ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരുമ്പോൾ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിൽ വലിയ സംശയമാണ് രാജ്യത്തെ ജനങ്ങൾ മുന്നിലോട്ട് വെക്കുന്നുള്ളത്. മാത്രമല്ല, ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ BJPയുടെ നേതാക്കൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഭൂപേഷ് ബാഗേൽ പറയുന്നുള്ളത്. കാരണം ഭൂപേഷ് ബാഗേൽ മുന്നോട്ട് വെച്ച സബ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിനെയൊക്കെ വ്യക്തമായി നിരീക്ഷിക്കുകയും ആ തിരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കാൻ മുന്നോട്ട് വെച്ച സബ് കമ്മിറ്റി വളരെ വ്യക്തമായ റിപ്പോർട്ട് നൽകുകയും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് സംവിധാനമായിട്ടുള്ള EVM മിഷനകത്ത് അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് സബ് കമ്മിറ്റി സമർപ്പിച്ചതിലൂടെയാണ് ഒരു മാറ്റം അനിവാര്യമെന്ന് തോന്നിയത് കൊണ്ട് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലാവട്ടെ ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നാണ് മന്ത്രിസഭ പറഞ്ഞിട്ടുള്ളത്. ഈ തീരുമാനത്തെ എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവന്ന് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് BJP അടങ്ങുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം എന്തുകൊണ്ടാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളത്. കാരണം ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ വലിയ രീതിയിലുള്ള അട്ടിമറിക്ക് സാധ്യതയില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. സാങ്കേതികപരമായിട്ട് EVMനകത്തുള്ള പ്രോഗ്രാമിങ്ങിൽ അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ണൻ ഗോപിനാഥൻ IAS അടക്കമുള്ള പ്രമുഖർ വിളിച്ചു പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കടന്നു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.